ഇസ്രായേൽ സംഘർഷത്തിന് അന്ത്യം കുറിക്കാനായി എത്രയോ കാലമായി ലോക നേതാക്കൾ പറഞ്ഞു പഴകിയ പരിഹാരമാണ് ദ്വിരാഷ്ട്ര ഫോർമുല. അറബ് നേതാക്കൾ മുതൽ ഇസ്രായേൽ സഖ്യരാജ്യങ്ങൾ വരെ അതേ അഭിപ്രായം പങ്കുവെക്കുന്നവരുടെ കൂട്ടത്തിലുണ്ട്. എന്നാൽ ഗസയിലും വെസ്റ്റ് ബാങ്കിലുമെല്ലാം ഇസ്രായേൽ ഫലസ്തീനികളുടെ ജീവിതം കൂടുതൽ ദുരിതപൂർണമാക്കുന്നു എന്നല്ലാതെ സംഘർഷത്തിന് അറുതിയാകുകയോ സമാധാനത്തിലേക്കുള്ള പാത തുറക്കപ്പെടുകയോ ചെയ്തിട്ടില്ല. പതിവ് പോലെ ഗസ ആക്രമണത്തിൽ അന്തിമ വെടിനിർത്തലിനുള്ള ചർച്ചകൾ പുരോഗമിക്കുമ്പോഴും ദ്വിരാഷ്ട്ര പരിഹാരത്തെക്കുറിച്ചുള്ള ചർച്ചകൾ, ആലോചനകൾ ഒരു വശത്ത് സജീവമാകുന്നുണ്ട്. എന്നാൽ ഇതിനെല്ലാം ഇടയിൽ ഒരു അസാധാരണ നീക്കം അണിയറയിൽ നടക്കുന്നുണ്ട്. ഫലസ്തീൻ രാഷ്ട്രം അല്ലെങ്കിൽ ഫലസ്തീൻ അതോറിറ്റി എന്ന സ്വതന്ത്ര സ്വത്വം തന്നെ റദ്ദ് ചെയ്യുന്ന ഒരു പദ്ധതിയാണത്. സ്വതന്ത്ര ഫലസ്തീന് പകരം വെസ്റ്റ് ബാങ്ക് പ്രദേശങ്ങളെ UAEയുടെ മാതൃകയിൽ വിവിധ എമിറേറ്റുകളായി വിഭജിക്കുക. എന്നിട്ട് ഓരോ എമിറേറ്റുകളുടെയും ഭരണം തദ്ദേശീയ ഗോത്ര നേതാക്കളെ ഏൽപ്പിക്കുക. വെസ്റ്റ് ബാങ്കിലെ ഏറ്റവും വലിയ നഗരമായ ഹെബ്രോണിൽ നിന്നാണ് അങ്ങനെ ഒരു കുടില നിർദ്ദേശം ഉയർന്നു വന്നിരിക്കുന്നത്. ഹെബ്രോണിലെ ചില സ്വയം പ്രഖ്യാപിത ഷെയ്ഖുമാരും ഗോത്ര നേതാക്കളുമാണ് പദ്ധതിക്ക് പിന്നിലുള്ളത്. ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് വേർപെട്ട് ഹെബ്രോൺ എമിറേറ്റ് എന്ന പേരിൽ ഒരു സ്വതന്ത്ര ഭരണകൂടം രൂപീകരിക്കാനും ഇസ്രായേലിനെ ജൂതരാഷ്ട്രമായി അംഗീകരിക്കാനും തയ്യാറാണെന്ന് അറിയിച്ച് ഇസ്രായേലിന് കത്ത് നൽകുകയായിരുന്നു അവർ. അമേരിക്കൻ മാധ്യമം വാൾസ്ട്രീറ്റ് ജേണലാണ് പുതിയ നീക്കത്തെക്കുറിച്ചുള്ള വിവരങ്ങൾ പുറത്തുവിട്ടിരിക്കുന്നത്. ഫലസ്തീൻ ഇസ്രായേൽ സംഘർഷത്തിന് പരിഹാരം എന്ന പേരിൽ അവതരിപ്പിക്കുന്ന ആ ഹെബ്രോൺ എമിറേറ്റ് ഫോർമുല എന്താണെന്ന് വിശദമായി തന്നെ നോക്കാം. സ്വാഗതം ഇൻ ഡെപ്തിലേക്ക്. മാർച്ച് 24-നാണ് ഹെബ്രോണിലെ ഏറ്റവും സ്വാധീനമുള്ള ഗോത്രമായ ജബരികളുടെ നേതാവ് എന്ന് സ്വയം അവകാശപ്പെടുന്ന വദി അൽ ജബരി ഉൾപ്പെടെ 5 സ്വയം പ്രഖ്യാപിത ഷെയ്ഖുമാർ ഇസ്രായേൽ ധനമന്ത്രി നിർ ബർക്കാത്തിന് ഒരു കത്തയക്കുന്നത്. ഫലസ്തീൻ അതോറിറ്റിയിൽ നിന്ന് വേർപെട്ട് ഒരു സ്വയംഭരണ ഹെബ്രോൺ എമിറേറ്റ് രൂപീകരിക്കുക, ഇസ്രായേലിനെ ജൂതരാഷ്ട്രമായി അംഗീകരിക്കുക, 2020-ൽ ട്രംപ് ഭരണകൂടം മുൻകൈയെടുത്ത് രൂപീകരിച്ച അബ്രഹാം അക്കോർഡുകളിൽ പങ്കുചേരുക തുടങ്ങിയ ആഗ്രഹങ്ങളും നിർദ്ദേശങ്ങളുമാണ് കത്തിലവർ പങ്കുവച്ചത്. ഇസ്രായേലിനെ ജൂതരാഷ്ട്രമായി അംഗീകരിക്കുന്നതിന് പകരമായി ഹെബ്രോൺ എമിറേറ്റിനെ ഹെബ്രോൺ ജില്ലയിലെ അറബ് നിവാസികളുടെ ഭരണകൂടമായി ഇസ്രായേൽ അംഗീകരിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നുണ്ട്. 1990-കൾ രൂപം കൊണ്ട ഓസ്ലോ കരാർ ഫലസ്തീനുകളുടെ ജീവിതം കൂടുതൽ ദുസ്സഹമാക്കിയിരിക്കുകയാണെന്നാണ് വദി ജബരിയും സഹഷെയ്ഖുമാരും കുറ്റപ്പെടുത്തുന്നത്. ഫലസ്തീൻ അതോറിറ്റിക്ക് കീഴിൽ അഴിമതിയും ദുർഭരണവും ദുരിതവും മാത്രമാണ് ഉണ്ടായത്. ഫലസ്തീൻ എന്ന ദേശരാഷ്ട്ര സങ്കല്പത്തിന് പകരം പരമ്പരാഗതമായ ഗോത്രഭരണത്തിലേക്ക് മടങ്ങണമെന്നും ഇസ്രായേലുമായി സഹകരിച്ച് മേഖലയുടെ സമാധാനവും സാമ്പത്തിക വളർച്ചയും ഉറപ്പാക്കണമെന്നും ഇവർ വാദിക്കുന്നു. ചില പ്രായോഗിക നിർദ്ദേശങ്ങളും കത്തിൽ മുന്നോട്ട് വെച്ചിട്ടുണ്ട്. ആദ്യഘട്ടമായി 1000 ഹെബ്രോൺ തൊഴിലാളികൾക്ക് ഇസ്രായേൽ ജോലി ചെയ്യാൻ അനുമതി നൽകണം. അത് പിന്നീട് 5000-ആയും ഒടുവിൽ 50,000-ആയും വർദ്ധിപ്പിക്കണമെന്നും കത്തിൽ ആവശ്യപ്പെടുന്നു. തീവ്രവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നയം സ്വീകരിക്കുമെന്നും ഇസ്രായേലുമായി ചേർന്ന് സംയുക്ത സാമ്പത്തിക മേഖല സ്ഥാപിക്കുമെന്നും സംഘം വാഗ്ദാനം ചെയ്യുന്നുമുണ്ട്. 2.4 ലക്ഷം പേരെ ഭരിക്കുന്ന 8 ഷെയ്ഖുമാരുടെ ഒരു മേഖല, 13 ഷെയ്ഖുമാരുടെ നേതൃത്വത്തിലുള്ള 3.5 ലക്ഷം ജനങ്ങൾ ഉൾപ്പെടുന്ന മറ്റൊരു മേഖല, 2 വിഭാഗങ്ങളുടെയും കേന്ദ്ര നേതൃത്വമോ തലവനോ ആയി ഷെയ്ഖ് ജബരി. ഇങ്ങനെയാണ് ഹെബ്രോൺ എമിറേറ്റ് വിഭാവന ചെയ്തിരിക്കുന്നത്. ദുബായ് പോലെയുള്ള ഒരു സാമ്പത്തിക ഹബ്ബായി ഹെബ്രോൺ മാറുമെന്നാണ് ഒരു ഷെയ്ഖ് പങ്കുവച്ച പ്രതീക്ഷ. എന്നാൽ ഒക്ടോബർ 7-ന് ശേഷം പെട്ടെന്ന് പൊട്ടിമുളച്ച ഒരു ആശയമല്ല ഈ ഹെബ്രോൺ എമിറേറ്റ്. ഇസ്രായേലി പണ്ഡിതനായ മൊർദേചായ് കേദാർ ആണ് ആ പദ്ധതിക്ക് പിന്നിലെ ബുദ്ധികേന്ദ്രം. ടെലവീവിലെ ബാർ ഇലൻ എന്ന ഇസ്രായേൽ യൂണിവേഴ്സിറ്റിയിൽ അറബ് കൾച്ചർ വിഭാഗം തലവനാണ് കേദാർ. ഫലസ്തീൻ പ്രശ്നത്തിനുള്ള പരിഹാരമായി നഗര അധിഷ്ഠിത എമിറേറ്റുകൾ എന്ന ആശയം കഴിഞ്ഞ 2 പതിറ്റാണ്ടായി മൊർദേചായ് കേദാർ മുന്നോട്ട് വെക്കുന്നുണ്ട്. ഫലസ്തീൻ ദേശീയ നേതൃത്വത്തിന് പകരം തദ്ദേശീയ ഗോത്ര നേതൃത്വത്തെ ശക്തിപ്പെടുത്തി വെസ്റ്റ് ബാങ്കിനെ ഒറ്റപ്പെട്ട എമിറേറ്റുകളായി വിഭജിക്കുക എന്നതാണ് ഈ തന്ത്രം. വദി അൽ ജബരിയുടെ പിതാവ് ഷെയ്ഖ് അബു ഖാദറിനെ 11 വർഷം മുൻപ് സമാനമായ ആശയവുമായി നേരിൽ കാണുന്നുണ്ട് അദ്ദേഹം. ഇപ്പോൾ പദ്ധതിയുടെ പ്രായോഗികവൽക്കരണത്തിനുള്ള നടപടികളുടെ ഭാഗമായി ഇസ്രായേൽ മന്ത്രി ബർക്കാത്തും ജബരിയും തമ്മിൽ പരിചയപ്പെടുത്തിയതും കേദാർ തന്നെയാണ്. അറബ് ലോകത്ത് ആധുനിക ദേശരാഷ്ട്ര രൂപം സ്വീകരിച്ച ലെബനാൻ, സിറിയ, ഇറാഖ്, സുഡാൻ, യമൻ, ലിബിയ തുടങ്ങിയ രാജ്യങ്ങളെല്ലാം തകർന്നടിഞ്ഞപ്പോൾ രാജകുടുംബങ്ങൾ ഭരിക്കുന്ന രാജ്യങ്ങളെല്ലാം സാമ്പത്തികമായും സാമൂഹികമായും അഭിവൃദ്ധി പ്രാപിക്കുന്നതാണ് കാണുന്നത്. ഗോത്രാടിസ്ഥാനത്തിലുള്ള ഈ വിജയമാതൃക നടപ്പിലാക്കിയാൽ ഫലസ്തീനും രക്ഷപ്പെടുമെന്നാണ് മൊർദേചായ് കേദാർ പറയുന്നത്. ഫലസ്തീൻ അതോറിറ്റിയും PLOയും ഹമാസും എല്ലാം പരാജയപ്പെട്ട ഫലസ്തീൻ രാഷ്ട്രത്തിന്റെ ഉദാഹരണങ്ങളായും അദ്ദേഹം ചൂണ്ടിക്കാട്ടുന്നുണ്ട്. ഏതായാലും ഷെയ്ഖ് ജബരി ആരാണെന്ന് വാൾസ്ട്രീറ്റ് ജേണൽ റിപ്പോർട്ട് പുറത്തു വന്നപ്പോഴാണ് വെളിപ്പെടുന്നത്. വെറുമൊരു സ്വയം പ്രഖ്യാപിത ഷെയ്ഖും ജബരി ഗോത്രക്കാർക്ക് പോലും പരിചയമില്ലാത്ത ഗോത്ര മുഖ്യനുമാണ് അയാളെന്നാണ് ഹെബ്രോണുകൾ പറയുന്നത്.
പുതിയ നീക്കങ്ങളിൽ ഹെബ്രോൺ നിവാസികളും ഫലസ്തീൻ നേതൃത്വവും ശക്തമായ എതിർപ്പ് അറിയിക്കുകയും ചെയ്തിട്ടുണ്ട്. മേഖലയിൽ ഒരു രാഷ്ട്രീയ സാന്നിധ്യവുമില്ലാത്ത ആർക്കും അറിയാത്ത വ്യക്തികളാണ് ഈ സ്വയം പ്രഖ്യാപിത ഷെയ്ഖുമാർ എന്നാണ് ഹെബ്രോണിൽ നിന്നുള്ള മാധ്യമപ്രവർത്തകൻ ഈസ അഹു പറയുന്നത്. പ്രദേശത്തുകാർക്കിടയിൽ രാഷ്ട്രീയമോ സാമൂഹികമോ ആയ ഒരു പദവിയും ഇല്ലാത്തവരാണ് ഇവരെന്നും മിഡിൽ ഈസ്റ്റ് ഐയോട് ഈസ പറയുന്നുണ്ട്. നിർദ്ദേശം ഹെബ്രോണിൽ ശക്തമായ പ്രതിഷേധങ്ങൾക്കും ഇടയാക്കിയിട്ടുണ്ട്. ഷെയ്ഖ് ജൈബരിയുടെ വാഹനം ആക്രമിക്കപ്പെടുകയും അഗ്നിക്കിരയാക്കുകയും ചെയ്തതായി ഇസ്രായേൽ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തു. ജൈബരി ഗോത്രക്കാരും നിർദ്ദേശങ്ങൾ തള്ളി പ്രസ്താവന പുറത്തിറക്കിയിട്ടുണ്ട്. വ്യക്തി താൽപര്യങ്ങൾ മാത്രമാണ് പുതിയ നീക്കത്തിന് പിന്നിലുള്ളതെന്നാണ് അവർ വിമർശിച്ചത്. വാദ ജൈബരി ജൂത കുടിയേറ്റക്കാരുടെയും ഇസ്രായേലി സ്ഥാപനങ്ങളുടെയും ബിസിനസ് ബന്ധമുള്ളയാളാണ്. അയാളുടെ സംരംഭങ്ങൾക്ക് പൊതുജനത്തിന്റെ പിന്തുണയില്ല. ജൈബരി കുടുംബം എപ്പോഴും ഫലസ്തീൻ ദേശ താൽപര്യത്തോടൊപ്പമാണ് നിലകൊള്ളുന്നത്. രാജ്യത്തിന്റെ സ്വാതന്ത്ര്യത്തിന് വേണ്ടി പോരാടിക്കൊണ്ടിരിക്കുകയാണെന്നും പ്രസ്താവനയിൽ വ്യക്തമാക്കി. ഇസ്രായേൽ സുരക്ഷാ വിഭാഗമായ ഷിൻ ബെത്തും രാഷ്ട്രീയ നേതൃത്വവും ഒന്നും ഹെബ്രോൺ എമിറേറ്റ് പദ്ധതിയെ അത്ര കാര്യമായി എടുത്തിട്ടില്ല എന്നാണ് വിവരം. നീക്കം മേഖലയിൽ കൂടുതൽ സംഘർഷവും അരാജകത്വവുമായിരിക്കും സൃഷ്ടിക്കുക എന്നാണ് സുരക്ഷാ ഏജൻസി ചൂണ്ടിക്കാട്ടുന്നത്. ഇസ്രായേൽ ഡിഫൻസ് ഫോഴ്സും പദ്ധതിയിൽ ആശങ്ക രേഖപ്പെടുത്തിയിട്ടുണ്ടെന്ന് വാൾ സ്ട്രീറ്റ് ജേർണൽ റിപ്പോർട്ടിൽ പറയുന്നുണ്ട്.